Hi friends, welcome back to another episode of Fashion Mania. നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പുകളിലും അതുപോലെ തന്നെ നമ്മുടെ ബ്ലൗസസ്, കിഡ്സിൻ്റെ മെറ്റീരിയൽസ് അങ്ങനെയുള്ള പ്ലെയിൻ ആയിട്ടിരിക്കുന്ന എന്തിലും വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ, അതായത് സമയമൊന്നും ഒരുപാട് എടുക്കാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലിക്വിഡ് എംബ്രോയിഡറി ഡിസൈൻസ്. പക്ഷേ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പലർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇത് ഓൾറെഡി ഇതിൻ്റെ നെക്കിലും അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ജസ്റ്റ് കൊടുത്തിരിക്കുന്നത് ലിക്വിഡ് എംബ്രോയിഡറി കൊണ്ട് തന്നെയാണ്. ജസ്റ്റ് മിറേഴ്സിനെ ഒന്ന് ഒട്ടിച്ച് വച്ചിട്ട് അതിന് ചെറിയൊരു ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റൗണ്ട് ഷേപ്പിൽ ചെറുതായിട്ട് ഓരോ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനുള്ളിലാണ് ഡിസൈൻസ് ചെയ്യാൻ പോകുന്നത്. ഇതിനുള്ളിൽ മാത്രമല്ല, ഇവിടെ താഴെയും ഫുള്ളായിട്ട് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എനിക്ക് ആദ്യമായിട്ട് ഒരു ന്യൂസ് പേപ്പർ വേണം. എനിക്ക് ജസ്റ്റ് ഇതിൻ്റെ അടിയിലൊന്ന് പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ന്യൂസ് പേപ്പർ ഒന്ന് ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിനൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നീഡിൽസ് ഇതിലോട്ടൊന്ന് പിൻ ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് എവിടേക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. ഇത് മൂന്നും മാർക്ക് ചെയ്തു. ഇനി എനിക്ക് രണ്ട് പ്ലേസും കൂടി വേണം. ഇതിൻ്റെ ഇടയിലായിട്ട്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അടുത്ത ഡിസൈൻ കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ഡോട്ട്സ് മാർക്ക് ചെയ്തു. ഈ 5 ഡോട്ട്സിലുമാണ് എനിക്ക് ശരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. എന്ത് ഡിസൈനാണെന്ന് ഞാനിപ്പോൾ വരയ്ക്കാം. ഇവിടെ ഞാൻ രണ്ട് കളറ് ലിക്വിഡ് എംബ്രോയിഡറി ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് പിങ്ക് കളറ്, ഈ ബോഡിയുടെ കളറാണ്. അത് കഴിഞ്ഞിട്ട് യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി പോർഷൻ്റെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോർഷൻ്റെ കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടിലെ ഡിസൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത്. ജസ്റ്റ് ഓരോ ലൈൻസ് വരച്ചിട്ട് ലൈൻസിൽ 2 സൈഡും 3 വീതം ആരോസ് വരയ്ക്കുകയാണ് ചെയ്തത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇനി ഈ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് താഴെയാണ് ഡിസൈൻ വരയ്ക്കേണ്ടത്. ഞാൻ ഈ പോർഷനിൽ ചെയ്തപ്പോൾ ഈ കളറ്, ഈ ഫാബ്രിക്കിൻ്റെ കളറ് ലിക്വിഡ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ ഈ ഫാബ്രിക് മെറ്റീരിയലിൻ്റെ കളർ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ന്യൂസ് പേപ്പർ താഴോട്ട് ഫിക്സ് ചെയ്ത് വെക്കാം. ലിക്വിഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ എല്ലാവരുടെയും സംശയമാണ് ഇത് കഴുകുമ്പോൾ ഇളകിപ്പോയില്ലേ എന്ന്. അതിന് ശരിക്കും ഒരു ഇൻസ്ട്രക്ഷനായിട്ട് പറയുകയാണ്. എല്ലാവർക്കും അറിയോ എന്ന് എനിക്കറിയില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ശരിക്കും ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാനായിട്ട് ഏകദേശം 1 ദിവസം എടുക്കും. അപ്പോൾ അന്ന് എന്തായാലും ഇത് ടച്ച് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽ ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് സെറ്റാവും. അതുപോലെ തന്നെ 6 ദിവസം കഴിയാതെ ഈ മെറ്റീരിയൽ ഒരു കാരണവശാലും കഴുകാൻ പാടില്ല. അങ്ങനെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇളകിപ്പോകുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ലിക്വിഡ് എംബ്രോയ്ഡറി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസൈനൊന്നുമല്ല. ഇത് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ? അതുപോലെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം സമയവും ആവശ്യമായിട്ടില്ല. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എനിക്ക് കമൻറ്റ് ചെയ്യുകയും വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.